സാധാരണ വീഡിയോ ഇടാറില്ല. പക്ഷേ ഈ കാര്യങ്ങൾ എനിക്ക് നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. കുറച്ച് ടിപ്സാണ്. റമദാൻ ആരംഭിക്കാൻ പോവുകയല്ലേ, അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ എന്ന് കരുതുന്നു. നിങ്ങൾക്കറിയാവുന്നതായിരിക്കും, എങ്കിലും ഇപ്പോൾ റമദാനിന് മുമ്പ് നമ്മൾ ഒരുപാട് ക്ലീനിങ്ങും കുറേ പ്രിപ്പറേഷൻസ് ആയിരിക്കുമല്ലോ ചെയ്യുന്നത്, കുറേ ഫുഡും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. എന്നാൽ നമുക്ക് നമ്മുടെ ബോഡീനെ ഒന്ന് ഫാസ്റ്റിംഗ് മന്തിന് വേണ്ടി റെഡിയാക്കുന്നതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. പ്രോപ്പർ പ്ലാനിങ്ങോടെയാണെങ്കിൽ ഫാസ്റ്റിംഗ് ബുദ്ധിമുട്ടില്ലാതെ കൊണ്ടുപോകാം. അതിനു വേണ്ടിയുള്ള കുറച്ച് ടിപ്സ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. ശരിക്കും റമദാൻ്റെ ഫസ്റ്റ് ഡേയ്സ് ആയിരിക്കുമല്ലോ ഫാസ്റ്റിംഗ് ചെയ്യുന്നവർക്ക് വളരെ ബുദ്ധിമുട്ട്. അതായത് ഹെഡ് ഏക്ക്, ടയർഡ്നെസ്, ഡീഹൈഡ്രേഷൻ, ലോ എനർജി, ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും. റമദാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചെറിയ പ്രിപ്പറേഷൻസ് ചെയ്താൽ ഈ ഇഷ്യൂസ് ഈസിയായി മാനേജ് ചെയ്യാൻ പറ്റും. ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ചെയ്യുന്നതാണ് നല്ലത്. പെട്ടെന്നുള്ള മാറ്റം ബോഡീനെ അഫക്റ്റ് ചെയ്യും. കൂടുതൽ ഹെൽത്തിയർ ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ നോക്കുക. മീൽ സ്കിപ്പ് ചെയ്തതിനേക്കാളും ഏറ്റവും ബെസ്റ്റ്. ഇതിൽ തന്നെ ഹോൾ ഗ്രെയിൻസ്, ഓട്സ്, ബ്രൗൺ റൈസ്, ഇങ്ങനെയുള്ള ഫുഡ് എനർജിക്ക് വേണ്ടി. പിന്നെ ഇതിൻ്റെ കൂടെ ഹൈ ഫൈബർ ഫുഡ്, അതായത് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ലെഗ്യൂംസ്, അതായത് പയറുവർഗ്ഗങ്ങൾ, അത് മസിൽ ലോസ് പ്രിവെൻറ്റ് ചെയ്യാൻ നല്ലതാണ്. പിന്നെ പ്രോട്ടീൻ കഴിക്കുക, മീറ്റ്, ഫിഷ്, അങ്ങനെയുള്ള ഐറ്റംസ്. പിന്നെ ചെയ്യേണ്ടത് റിഫൈൻ ഷുഗേഴ്സ്, ഹെവി ഫാറ്റി മീൽസ് റെഡ്യൂസ് ചെയ്യുക. നോൺ ഫാസ്റ്റിംഗ് ടൈമിൽ ഓവർ ഈറ്റിംഗ് ചെയ്യുന്നത് നെക്സ്റ്റ് ഡേൻ്റെ ഫാസ്റ്റിങ്ങിന് ക്ഷീണം കൂട്ടും. അതുകൊണ്ട് ഓവർ ഈറ്റിംഗ് ചെയ്യാതിരിക്കുക. പിന്നെ നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക. ടീ, കോഫി പോലുള്ളവ, റിഫൈൻ ഷുഗർ, ഇവ പെട്ടെന്ന് നിർത്താതെ റെഡ്യൂസ് ചെയ്യുക. റമദാൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ റമദാൻ മന്ത് നമുക്ക് ഈസിയായി മാനേജ് ചെയ്യാൻ പറ്റും. ഹെഡ് ഏക്ക്, ഇറിറ്റബിലിറ്റി, ഫാറ്റിഗ് തുടങ്ങിയവയെല്ലാം അങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ലോ ബ്ലഡ് ഷുഗർ പ്രിവെൻറ്റ് ചെയ്യാൻ കോംപ്ലക്സ് കാർബ്സ് റീപ്ലേസ് ചെയ്യുക. റിഫൈൻ ഷുഗറിന് പകരം ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ഒറ്റത്തവണ കൂടുതൽ വാട്ടർ കുടിക്കുന്നതിനേക്കാൾ നല്ലത് 8, 10, 12 ഗ്ലാസ് വെള്ളം ഇഫ്താറിൻ്റെയും സുഹൂറിൻ്റെയും ഇടയിൽ കുടിക്കുക, ഇടയ്ക്കിടയ്ക്ക് കുടിക്കുക. പിന്നെ എന്തെങ്കിലും അസുഖമുള്ളവരാണെങ്കിൽ റമദാൻ തുടങ്ങുന്നതിന് മുമ്പ് ഡോക്ടറുടെ അഡ്വൈസ് തേടുക. ഇതെല്ലാം ശ്രദ്ധിച്ചാൽ, പ്രോപ്പർ പ്ലാനിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ റമദാനെ ഹെൽത്തിയായി, സേഫായി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. എല്ലാവർക്കും ഒരു ഹാപ്പി റമദാൻ ആശംസിക്കുന്നു. ഇതിൻ്റെ കൂടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. ഒരു റവ ഉപ്പുമാവാണ്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് മറക്കല്ലേ. ഓക്കെ, ബൈ.